ഞങ്ങൾ എല്ലാ ഫംഗ്ഷനും എടുക്കാറില്ല. ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്ന ഫംഗ്ഷൻസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഇപ്പം അതുകൊണ്ട് ഞാനൊരു റെഗുലർ ഫ്ലോറിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഇവിടെ പൂ സ്റ്റോക്ക് ചെയ്തിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ വളരെ ഈ വലിയ കോൺഫറൻസുകൾ ചിലതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ പുറത്തു നിന്നുള്ള കോൺഫറൻസുകൾ ഞങ്ങൾ പുറത്തു പോയി ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു അമേരിക്കൻ കമ്പനിക്ക് വേണ്ടി ബാംഗ്ലൂരിൽ. ഇപ്പോൾ മാഡത്തിന്റെ ഈ ബിസിനസ് ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള പ്രോഡക്ട്സ് ആണ് ഉള്ളത്? ഈ ആക്ച്വലി ഞങ്ങൾ ഗിഫ്റ്റ്സ് ആണ് ചെയ്തിരുന്നത്. ആൻഡ് കുറച്ച് അതുകൊണ്ട് ഒത്തിരി ആർക്കിടെക്ട്സ് ഒക്കെ അന്നത്തെ കാലത്ത് ഈ കേരളത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന ഈ ക്യൂരിയോസ് ഒക്കെ കിട്ടുന്ന കടകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇൻഫാക്ട് ഈവൻ ഫാബ് ഇന്ത്യ ഇപ്പം വളരെ പോപ്പുലർ ഇവിടെ. ഫാബ് ഇന്ത്യയുടെ ആദ്യത്തെ ഈ സ്റ്റോക്കിസ്റ്റ് ഞാനായിരുന്നു ഇവിടെ കേരളത്തിൽ. അവരുടെ പക്ഷെ ഞാൻ അവരുടെ ഫേർണിഷിങ് ചെയ്യാറില്ലായിരുന്നു. ഈ അവരുടെ ഈ മെയ്ഡപ്സ് എന്ന് പറയുന്നത് ബെഡ് സ്പ്രെഡ്, കുഷൻ കവർ, റഗ്, ഫാബിന്റെയുടെ ഇപ്പൊ അവരുടെ സ്വന്തം സ്റ്റോറുകളുണ്ടല്ലോ. അപ്പം അതൊക്കെ ഞങ്ങൾ അവരുടെ മെയ്ഡപ്പ് സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈറ്റിങ്ങിന്റെ സാധനങ്ങൾ. അപ്പൊ ഈ ആർക്കിടെക്ട്സ് ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരുന്നു അന്നോട്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേരുമായിട്ട് പരിചയപ്പെടാനായിട്ട് ഒത്തു ഈ കടയില്. അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങൾ എല്ലാത്തിലോട്ടും എപ്പോഴെങ്കിലും ബ്രാഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ ഒരിക്കലും പരസ്യം ചെയ്തിട്ടില്ല. നമ്മൾ ഈ പരസ്യം ചെയ്ത് വരുന്ന കസ്റ്റമർ, നമ്മളെ പറ്റി കറക്റ്റായിട്ട് അറിയാതെ വരുന്ന കസ്റ്റമർ, അതിനേക്കാളും നല്ലത് ഒരാൾ പറഞ്ഞു കേട്ട് വരുന്ന കസ്റ്റമർ ആണെങ്കിൽ ശരിക്കും നമ്മളുടെ കസ്റ്റമർ ഫോർ ലൈഫ് ആയിരിക്കും. പബ്ലിസിറ്റി. കാരണം എന്താ വെച്ചാൽ അവർക്ക് വരണം എന്ന് വെച്ച് വരുന്ന കസ്റ്റമർ എക്സ്പീരിയൻസ് ഷെയറിംഗ്. അതെ. അപ്പം അവരായിരിക്കും നമ്മളുടെ കൂടെ ലൈഫ് ലോങ് ഒരു പാർട്ട്ണർഷിപ്പ് പോലെ മാറും. ആൻഡ് ഞാൻ ഈ പറയുന്നതിന്റെ എല്ലാ ഇടയിലും ആക്ച്വലി ഫുൾ ക്രെഡിറ്റ് ഇവിടുത്തെ സ്റ്റാഫിന്. ഈ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ നല്ല ആത്മാർത്ഥതയുള്ള തൊഴിലാളികളെ കിട്ടാൻ ഇപ്പോഴത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ജോലി ചെയ്യാൻ സന്നദ്ധരല്ല. അഥവാ ജോലി ചെയ്യുകയാണെങ്കിൽ അവര് 2 ഇരട്ടി 3 ഇരട്ടി. അത് ശരിയാ. അങ്ങനെ കൊറേയൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളുടെ തെറ്റ്, മീനിങ് അത് ഈ മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്നുള്ള തെറ്റും കൂടിയാ. പക്ഷെ വർക്ക് ചെയ്യാൻ ഏറ്റവും എഫിഷ്യൻസി ഇപ്പോഴും ഈ പറഞ്ഞ നമ്മുടെ ഇന്ത്യയിലായാലും. അതെ, ഡെഫിനറ്റ് ആയിട്ടും അതെ. ആൻഡ് നമുക്ക് കഴിവില്ലാഞ്ഞിട്ടും അല്ല. മാഡത്തിന്റെ ഈ ബിസിനസ്സിൽ ഉള്ളതെല്ലാം മലയാളികളാണോ അതോ അന്യ സ്റ്റേറ്റിലുള്ളവരോ? എല്ലാരും മലയാളികളാണ്. ലൈക്ക് അവരെന്റെ ഒരു ഫാമിലി പോലെയാ. ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പെട്ടെന്ന്, മീനിങ് ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറം ബെറ്റർ ആയിട്ട് അവര് അത് ചെയ്യണം. അതെ, ഞങ്ങൾക്ക് അങ്ങനെ പല ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഈ ലൈനിലായി കഴിഞ്ഞ് ഇവന്റ്സിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ കുറെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ആയി. പിന്നെ ഈ തയ്ക്കുന്ന ഒരുപാടായിട്ട് പേരുമായിട്ട് പരിചയമായി. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ്, വളരെ ഫീൽഡ് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടും കോണ്ടാക്ട് വരാൻ പറ്റി. ആൻഡ് ഡൗൺ ദ ലൈൻ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പം ആക്ച്വലി ഞാൻ പലപ്പോഴും ഇപ്പം ഓർത്തിട്ടുണ്ട്, ഞാൻ ഇത്രയും വർഷം എന്തിനാണ് ഈ വേറെ സ്ഥലങ്ങളിൽ നിന്നുള്ള സാധനം മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ട് വിട്ടിരുന്നത്, ഇന്ത്യയിലെ തന്നെ. ആക്ച്വലി കേരളത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഈ ലിറ്ററസി കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ക്രാഫ്റ്റ്സിനെ നമ്മളൊരു ഒതുക്കി അങ്ങ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ ആനയെ ഉണ്ടാക്കും. ലൈക്ക് എത്ര ആനയെ നമുക്ക് വിൽക്കാൻ പറ്റും? ലൈക്ക് അതിന്റെ ഒരു മാർക്കറ്റബിലിറ്റി പോസിബിലിറ്റി എന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര ഭംഗിയായിട്ട് ആനയെ ഉണ്ടാക്കിയാലും നമ്മൾ ഇപ്പം 1,00,000 പേര് വന്നു എന്ന് വെച്ചു, അതിനകത്ത് 20,000 പേര് ആനയെ മേടിച്ചാൽ 20,000 അല്ലേ ചിലവാകത്തുള്ളൂ. ആക്ച്വലി നമ്മൾ അതിന്റെ കൂടുതൽ ബാക്കി സ്ഥലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ നടത്തി അവർ കൂടുതലും മാർക്കറ്റ് ഫീസിബിലിറ്റി നോക്കി പ്രോഡക്റ്റ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചേഞ്ചിനെ ഭയപ്പെടുന്ന ഒരു ആൾക്കാരാണ്. നമ്മൾ ഈ സോണിൽ കംഫർട്ടബിൾ. ഇനി ഞാൻ ആ മെനക്കെട്ട് അത് മെനക്കെട്ട് ഇനി ഞാൻ അത് ചെയ്താൽ അത് വിൽക്കാൻ പറ്റുമോ, ഇനി പറ്റിയില്ല പിന്നെ തിരിച്ച് ഇതിലോട്ട് വരണമല്ലോ. ഇതൊക്കെ നമ്മളുടെ മോഡേൺ കാഴ്ചപ്പാടുണ്ട്, പക്ഷേ പ്രാക്ടിക്കൽ ആവുന്നില്ല. ഇല്ല. ആൻഡ് ഓൾസോ നമുക്ക് ഈ ലിറ്ററസി കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം നമ്മളിപ്പോ ഒരു കലാകാരൻ ഇപ്പം നമ്മുടെ ഓടിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പം മിക്ക യൂണിറ്റുകളും അടച്ചു അതിന്റെ. കാരണം ഇപ്പൊ തന്നെ ബ്രാസ് ആണ് ശരിക്കും കൂടുതലും വരുന്നത്. അതും മൊറാദാബാദില് മെഷീൻ കാസ്റ്റാണ് ഒത്തിരി സാധനങ്ങളും വരുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല അവരുടെ പിള്ളേര് ഈ ലൈനിൽ തുടരണമെന്ന്.
അവരെ എഞ്ചിനീയർ ആക്കുവോ അല്ലെ ഇങ്ങനെ എത്ര എളുപ്പം പുറത്തു വിട്ടിട്ട് അത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാ. വയലിപ്പോ നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റിയുടെ തന്നെ പ്രൈഡ് അവരുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അവര് അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇൻഫാക്ട് ചില സ്ഥലങ്ങളിലൊക്കെ അത് വലുതായിട്ട് ആ സ്ഥലത്തിനെ തന്നെ അറിയുന്ന ആ ക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അത് വെതർ നമ്മള് പഞ്ചാബ് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട്. അതെ അതെ, വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വയൽ ഇവിടെ അങ്ങനത്തെ ഇപ്പം നമ്മൾ ഈ ഹൗസ് ബോട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ആ ഹൗസ് ബോട്ടിന് അപ്പുറത്തോട്ട് ലൈക്ക് അത് എങ്ങനെയാണ് ഒരാൾ പാക്ക് ചെയ്ത് അവിടെ വരെ കൊണ്ടുപോകുന്നതെന്നും അങ്ങനെ പോലും നമ്മൾ അങ്ങനെ ആലോചിക്കണം. നമ്മൾ ഇന്ന സൈസിൽ ഹൗസ് ബോട്ട് ഉണ്ടാക്കും, അത് മേടിക്കാൻ പറ്റുവാണെങ്കിൽ മേടിക്കുക. ലൈക്ക് അല്ലാതെ അതിനൊരു മാറ്റം അങ്ങനെ വയൽ നമുക്കിവിടെയുള്ള നമ്മള് നേച്ചർ നമ്മൾ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലം. കാരണം ദൈവത്തിന്റെ സ്വന്തം നാട്. ശരിക്കും അതെ. കാരണം നമുക്ക് മരങ്ങളായിട്ടും ചെടികളായിട്ടും ഒക്കെ ഒരുപാട് റോ മെറ്റീരിയൽസ് അവൈലബിൾ. നിൽക്കുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. കേരളത്തിന് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്റെ ജേർണി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് എനിക്കും ഇത് തോന്നി തുടങ്ങിയത്. കാരണം അവരുടെയൊക്കെ വർക്ക്മാൻഷിപ്പ് എന്ന് പറഞ്ഞാല് ശരിക്കും സ്വന്തം സ്കില്ല് മാത്രമാണ്. അവരതിന്റെ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടിയ അവരുടെ ലിവിങ് കണ്ടീഷൻസ് ഒക്കെ എന്ത് ഭയങ്കരമാണെന്നറിയാം. വയൽ ഇവിടെ ഇങ്ങനത്തെ ഒന്നും പ്രശ്നങ്ങളില്ല. വെള്ളം അവിടെ ഇരിക്കുന്ന ഇലക്ട്രിസിറ്റി എല്ലാം അടുത്തുകൊണ്ട് ലൈക്ക് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ. പക്ഷെ നമ്മൾ അതിനെ കുറിച്ച് ആക്ച്വലി നമ്മൾ ഒന്നും കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച്. ഈവൻ നമ്മുടെ കലാരൂപങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ ഈ ഒത്തിരി ഫോറിനേഴ്സ് ആയിട്ട് ഈ ഹോട്ടലിലെ ഷോപ്സ് ഒക്കെ ഉള്ളതാണ് പരിചയം. അവരുടെ ഒരു കേരള എന്ന് പറയുമ്പോൾ കഥകളി, ഇപ്പൊ പിന്നെയും കളരിയും കൂടെ ഉണ്ട്. ആൻഡ് ഇപ്പൊ അവിടെയൊക്കെ അവരെ കാണിക്കുന്നത് തന്നെ വളരെ പറയുന്ന വാട്ടേർഡ് ഡൗൺ ഒരു വേർഷന് ഓഫ് ഈ കലാരൂപങ്ങളുടെ. അതിനെക്കുറിച്ച് അതിന്റെ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു മാറ്റർ അങ്ങനെ ഒന്നും ക്ലിയർ ആയിട്ടൊന്നും ആർക്കും അറിയത്തില്ല. അവർക്കൊരു ഫോട്ടോ എടുക്കണം, അതിനൊരു സ്റ്റേജ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും, ഉണ്ടാക്കുന്നു. അവരെന്തെങ്കിലും 10 മിനിറ്റ് ചെയ്യുന്നു. ലൈക്ക് അങ്ങനത്തെ ഒക്കെ വളരെ ഈവൻ എന്റെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ എപ്പോഴും ഓർക്കും കേരളത്തിനെ പോലെ ഈ പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുള്ള സ്റ്റേറ്റ്സ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ കൾച്ചറുമായിട്ട് ഒരുപാട് പല വ്യത്യാസങ്ങളും ഉണ്ട്. ഒത്തിരി കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റെതായ കലാരൂപങ്ങളുണ്ട്, ഭക്ഷണമുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അങ്ങോട്ട് ശരിക്കും മുതലാക്കുന്നില്ല. അപ്പൊ അങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞാൻ തന്നെ എന്റെ ഒത്തിരി ഫോക്കസ് ആക്ച്വലി ഞങ്ങളൊരു ആർട്ട് സെന്റർ അത് ഇവിടെ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് തുടങ്ങാൻ പറ്റിയില്ല. പ്ലാനും ഒക്കെ റെഡി ആയതാണ്. അപ്പോൾ ഈ കോസ്റ്റൽ റെഗുലേഷൻ റൂളും വെള്ളത്തിന്റെ അടുത്തായിരുന്നു എനിക്കത് പണിയാൻ പറ്റിയില്ല. ഒരു തിയേറ്ററും ഈ റെഗുലർ ഷോസും അതിന്റെ കറക്റ്റ് വേഷം, അതിന്റെ കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നവർക്കെല്ലാം അതിനെക്കുറിച്ച് ഒരു ബ്രോഷർ അങ്ങനത്തെ ഒരു പ്ലാനിൽ ആക്ച്വലി ഞാൻ KSIDCയുമായിട്ട് ചേർന്ന് അവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ തുടങ്ങാനായിട്ട് എല്ലാം റെഡി ആയതാണ്. നടന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സംഭവമായിട്ട് വന്നേനെയും. ഒരു ഗാലറി ഈ ആർട്ടിസ്റ്റിനായിട്ടുള്ള ഞങ്ങൾക്ക് അതും ഞങ്ങളുടെ ഈ ഗാലറിയിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റാതെ ഇനിഷ്യൽ ഒരു എക്സ്പോഷർ ഒന്നും ഇല്ലാതെ പക്ഷെ ഞങ്ങൾക്ക് പ്രോമിസിങ് എന്ന് തോന്നുന്ന ആർട്ടിസ്റ്റിന് ഫ്രീ ആയിട്ട് ഇവിടെ അവരുടെ വർക്ക് വെക്കാനായിട്ടുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തോണ്ട് ഞങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ ഷോപ്സ് ഉള്ളത് കൊണ്ട് എനിക്ക് അതുവഴി അവർക്കൊരു എക്സ്പോഷർ കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പം നമ്മുടെ ഈ ഫേർണിഷിംഗ് എന്നുള്ളത് അതെ അതൊരു വളരെ ലേറ്റ് ഒരു 2 വർഷം പോലും ആയിട്ടില്ല തുടങ്ങിയിട്ട്. ഞാനത് തുടങ്ങാനായിട്ട് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നതല്ല. ഐ തിങ്ക് എന്നെ പ്രോബബ്ലി എൻ്റെ ഈ ഡ്രീം ചെയ്ത് ഇങ്ങനെ നടക്കുന്ന ഒരു എക്സിസ്റ്റൻസിൽ ദൈവം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാഡം ഈ ബിസിനസ് അതായത് മാഡത്തിന്റെ ഇന്റീരിയർ ഡെക്കറേഷൻസ്, ഫർണിഷിങ്സ്, ഇത് ഔട്ട്സൈഡ് വർക്ക് ഏതൊക്കെയാണ് കിട്ടാറുള്ളത്? ഞങ്ങൾ കൂടുതലും ഞങ്ങൾക്ക് ഈ ഹോട്ടൽസ് ആയിട്ടൊക്കെ കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് ഹോട്ടൽസിന്റെ ഒക്കെ വർക്ക് ചെയ്യാറുണ്ട്. അതല്ല, വീടുകളുടെ വരാറുണ്ട്. ആർക്കിടെക്ട്സ് ആണ് കൊണ്ടുവരുന്നത് കൂടുതലും ഞങ്ങളുടെ ക്ലയൻസിനെ. അവര് ഡയറക്റ്റ് ചെയ്തിട്ട് വരുന്ന രണ്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കാറ്റലോഗ് വെച്ചാണ് വിൽക്കുന്നത്.
അല്ലാതെ തുണി സ്റ്റോക്ക് ചെയ്തിട്ടല്ല വിൽക്കുന്നത്. ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പഞ്ച് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമേഴ്സിന്റെ ഓർഡറിനനുസരിച്ച് നമ്മൾ വരുത്തി കൊടുക്കുക. ഫാമിലിയെ പറ്റി ഒന്ന് വിശദീകരിക്കാം. മക്കൾ എന്ത് ചെയ്യുന്നു? എനിക്ക് 2 പെൺമക്കളാണ്. മൂത്തയാള് ലണ്ടനിൽ അവിടെ പഠിച്ചിട്ട് ഇപ്പൊ അവിടെ ജോലി ചെയ്യാണ്. രണ്ടാമത്തെ ആള് വെല്ലൂര് VIT എന്ന് പറഞ്ഞ കോളേജിൽ ബയോടെക്നോളജിക്ക് 3rd ഇയറിന് പഠിക്കുക. നല്ല രീതിയിൽ പോകുന്നുണ്ട്. മാഡത്തിന്റെ ബിസിനസ്സിലെ കോമ്പറ്റീഷൻസിനെ മാഡം എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ആക്ച്വലി എന്റെ ഒരു നേച്ചറിന് ഞാൻ അത് കൺസിഡർ ചെയ്യാത്ത ഒരു കാര്യമാണ്. മൈൻഡ് ചെയ്യാറില്ല എന്നുവെച്ചാൽ ഞാൻ എന്റേത് എനിക്ക് പറ്റുന്ന വിധത്തില് ബെസ്റ്റായിട്ട് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അത് വേറെ ഒരാൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ അന്വേഷിക്കാറില്ല. എനിക്കതിന് ടൈമും കിട്ടാറില്ല. എന്തായാലും മാഡം ഞങ്ങളുടെ ഈ അഭിമുഖത്തിൽ വന്നതിന് വളരെ നന്ദിയുണ്ട്. മാഡത്തിന് വളരെ ഭാവിയിലേക്ക്, വളരെ ഉന്നതിയിലേക്ക് ഈ ബിസിനസ് പടുത്തുയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പ്രേക്ഷകരോടായി ഇന്നത്തെ ചോദ്യം: പാതിരാ സൂര്യന്റെ നാട് ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പാതിരാ സൂര്യന്റെ നാട് ഏതാണ്? ഉത്തരം താഴെ പറയുന്ന ടെലിഫോൺ നമ്പറിൽ അറിയിക്കുക. ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിൽ 1 മണിക്കൂറിനകം ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484231784. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231784.